വേറെ ഒരാളുടെ വർക്ക് തന്നിട്ട് അത് കോപ്പി അടിച്ച് ചെയ്യാത്തതുകൊണ്ട് ചീത്ത കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു. ആദ്യം തന്നെ ഡിസ്ക്ലൈമർ പറയട്ടെ, ഈ ഹാമ്പറിന്റെ സ്റ്റോറി അല്ല കേട്ടോ ഞാനിപ്പോ ഇവിടെ പറയാൻ പോണത്. അവരൊരു റെഫറൻസ് അയച്ചു, അത് എന്റെ വർക്ക് ആയിരുന്നില്ല, വേറെ ഏതോ പേജിന്റെ വർക്ക് ആയിരുന്നു. അതിന്റെ പ്രൈസ് എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ പ്രൈസ് എനിക്കറിയില്ല, അത് അവരുടെ അടുത്ത് ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓർഡർ ചെയ്താൽ കൺഫേം ആയി. അവരൊരു 2-3 പ്രാവശ്യമെങ്കിലും ബാർഗെയിൻ ചെയ്ത് കാണും. ലൈക്ക് അവർക്ക് ഒന്നെങ്കിൽ റേറ്റ് കുറഞ്ഞ് കിട്ടണം, പക്ഷെ അവര് പറയുന്ന ഐറ്റംസിനുള്ള റേറ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരങ്ങനെ കുറെ സംസാരിച്ച് ഓർഡർ കൺഫേം ചെയ്തു. ഞാൻ ഫുൾ പേയ്മെന്റ് ആയിരുന്നു പറഞ്ഞേ. അവര് ഹാഫ് പേയ്മെന്റ് എനിക്ക് അയച്ചിട്ടിട്ട് ബാക്കി നാളെ അയക്കാന്ന് പറഞ്ഞു. ഞാനത് ഓക്കെ പറഞ്ഞ് ആ കിട്ടിയ പേയ്മെന്റിനുള്ള ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്തു. കാരണം അവർക്ക് ടൈമും ഭയങ്കര കുറവായിരുന്നു. പിറ്റേ ദിവസം അവര് പിന്നെ എന്റെ അടുത്ത് വന്ന് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് അവർ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞ പ്രൈസിലേറെ 1000 കുറഞ്ഞിട്ട് അവർക്ക് വേറെ എവിടുന്ന പ്രൊഡക്റ്റ് കിട്ടുമെന്ന്. അപ്പൊ അവർക്ക് റീഫണ്ട് വേണം, ഇനി പ്രൊഡക്റ്റ് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി പ്രൊഡക്ട്സ് വാങ്ങിയതുകൊണ്ട് എനിക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യല് പോസിബിൾ അല്ല, അത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അവർ മനസ്സില്ലാ മനസ്സോടെ ഓർഡർ തന്ന് ബാലൻസ് പേയ്മെന്റ് ചെയ്ത് അവരെനിക്കൊരു റെഫറൻസ് അയച്ചു തന്നു, ഒരു കാർഡിന്റെ റെഫറൻസ് അയച്ചു തന്നു. ആ ഒരു കാർഡ് എൻ്റെ അടുത്ത് അവർ ചെയ്യാൻ പറഞ്ഞു. ഒരാൾ ചെയ്ത വർക്ക് അതേപടി കോപ്പി അടിച്ച് ചെയ്താല് അതിക്ക് നല്ലതല്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ കാർഡ് ഞാൻ അതുപോലെ ചെയ്ത്, അവര് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കവർ പേജിന്റെ ഡിസൈൻ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. ആ ഒരു ഡിസൈൻ മാറ്റിയതിന്റെ പുറത്ത് ഞാൻ ഒരുപാട് കേട്ടു. അവരെ ഞാൻ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. കോപ്പി അടിച്ച് ചെയ്ത് കഴിഞ്ഞാല് ആ പേജിന്റെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷെ അത് അവർക്ക് തീരെ മനസ്സിലാവാത്ത പോലെയായിരുന്നു. അവസാനമൊക്കെ മനസ്സിലായി അവർക്ക് റീഫണ്ട് കിട്ടാത്തതിന്റെ ദേഷ്യമായിരുന്നു. അവർ ഈ ഒരു കാർഡിന്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നേന്ന്. ഇഷ്ടമില്ല പോലെയായിരുന്നു നിന്നിരുന്നത്. പിന്നെ അവർ പേയ്മെന്റ് ചെയ്തുകൊണ്ട് ഞാൻ ടൈം കുറവായതുകൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങി. അതുകൊണ്ട് മാത്രമായിരുന്നു ആ ഒരു വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയും ബാർഗെയിൻ ചെയ്തിട്ടായിരുന്നു അവരെൻ്റെ അടുത്ത് സംസാരിച്ചത്. അങ്ങനെ ഈ ഒരു ഹാമ്പർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലൊരു ഷർട്ടും ഒരു ഫെററോയും കുറച്ച് ഫ്ലവേഴ്സും ഒരു കാർഡും ഒരു വാലറ്റും ഇത്ര ഐറ്റംസ് ആയിരുന്നു ഈ ഒരു ഹാമ്പറിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.